ഒരിക്കൽ ജോണിക്കുട്ടി ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു സൗഹൃദ സന്ദർശനം നടത്തി. ആ വീട്ടിലെ കസിൻ്റെ മകൾ BSc നഴ്സിംഗിന് 4ാം വർഷം പഠിക്കുകയാണ്. അവൾ വൈകുന്നേരം ക്ലാസ് വിട്ടു വന്ന സമയത്ത് ജോണിക്കുട്ടി കുശലാന്വേഷണം നടത്തി. ആ പെൺകുട്ടിക്ക് പൊക്കം തീരെ കുറവാണ്, വല്ലാതെ മെലിഞ്ഞിരിക്കുന്ന ശരീരപ്രകൃതി. കോഴ്സ് കഴിയാറായി അല്ലേ മോളെ, ഇനി എന്താ പ്ലാൻ? മോൾ എന്താ ഇവിടെ ഗവൺമെൻറ് സർവീസിൽ കയറാൻ നോക്കുന്നുണ്ടോ? ഉടൻ അവളുടെ അമ്മയാണ് മറുപടി പറഞ്ഞത്. ഓ, ആർക്കു വേണം ഇവിടുത്തെ ജോലി? അവൾക്ക് US പോകണമെന്നാണ് താല്പര്യം. അപ്പോൾ ജോണിക്കുട്ടി അല്പനേരം ആലോചിച്ച ശേഷം പറഞ്ഞു, അമേരിക്കക്കാരൊക്കെ വലിപ്പമുള്ള ആളുകളാ. ആ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം കേട്ടോ. അവൾ പറഞ്ഞു, അങ്കിളെ, നല്ലതുപോലെയൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വണ്ണം വയ്ക്കുന്ന ടൈപ്പ് അല്ല. എങ്കിലൊരു കാര്യം ചെയ്യ്, പ്രാക്ടീസിന് കുട്ടികളുടെ നഴ്സിംഗ് തിരഞ്ഞെടുത്താൽ മതിയല്ലോ, കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. എനിക്ക് കാർഡിയോളജി മതി, വേക്കൻസി കൂടുതലാണ്. പെൺകുട്ടിയുടെ ഉറച്ച മറുപടി കേട്ടപ്പോൾ ജോണിക്കുട്ടി പിന്നൊന്നും പറഞ്ഞില്ല. എന്നാൽ ജോണിക്കുട്ടി പോയി കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും മകളും കൂടി മുറുമുറുത്തു. മകൾ പറഞ്ഞു, നേഴ്സിംഗ് പഠിച്ച എനിക്കാണോ അതോ അയാൾക്കാണോ ഇതിനെപ്പറ്റി അറിയാവുന്നത്? അവർ മൂവരും ജോണിക്കുട്ടിയെ പരിഹസിച്ചു തൃപ്തിയടഞ്ഞു. അവിടുത്തെ പ്രായമായ വല്യമ്മയുടെ മനസ്സിൽ ഒന്നും ഇരിക്കാതെ വേറൊരു ബന്ധുവിനോട് ഇതേപ്പറ്റി പറഞ്ഞത് 4-5 ചെവികൾ കൈമാറി ജോണിക്കുട്ടിയുടെ ചെവിയിലെത്തി. ഇനി ജോണിക്കുട്ടിയുടെ അറിവിനെ പറ്റി അല്പം പറയാം. 6 മാസം മുൻപ് അയാളുടെ സുഹൃത്തിൻ്റെ ഭാര്യ നഴ്സ് US നിന്ന് 20 ദിവസത്തെ അവധിയെടുത്ത് നടുവേദനയുടെ ചികിത്സയ്ക്ക് നാട്ടിൽ വന്നിരുന്നു. വർത്തമാനത്തിനിടയിൽ പറഞ്ഞത്, എൻ്റെ നടുവ് പ്രശ്നമാകുമെന്ന് കരുതിയില്ല. കാർഡിയാക് ഡിസീസ് വരുന്ന ഭൂരിഭാഗം ആളിനും അമിതവണ്ണമാണ്. അവരെ പിടിച്ചു കിടത്തുമ്പോൾ നടുവിൻ്റെ ആരോഗ്യം പോകും. നമ്മൾ ഇന്ത്യക്കാരുടെ വലിപ്പമല്ല അവർക്ക്. അവിടുത്തെ വെളുമ്പന്മാരും കറുമ്പന്മാരും, അതായത് സായിപ്പും നീഗ്രോയും ഭയങ്കര സൈസാണ്. അങ്ങനെയെങ്കിൽ വേറെ ബ്രാഞ്ചിലേക്ക് മാറാൻ പറ്റില്ലേ? ഇല്ല, എക്സ്പീരിയൻസ് ഏതിലാണോ അതിലായിരിക്കും നിയമനം. ഞാൻ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ ഉടൻ കാർഡിയോളജിയാണ് എടുത്തത്. ഓരോ വിങ്ങിലും അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ നഴ്സായ എൻ്റെ ഫ്രണ്ടിന് ഡ്യൂട്ടിക്ക് ഒരേ നിൽപ്പ് നിന്ന് വെരിക്കോസ് വെയിനാണ്. എന്നാൽ പീഡിയാട്രിക്സ് റിസ്ക് കുറവാണ്. പേഷ്യൻ്റ് പരാതിയും പറയില്ല, ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അനേകം വർഷങ്ങളായി ജോലി ചെയ്യുന്ന മേഖലയിൽ പ്രായോഗികമായി ധാരാളം അറിവുകൾ ലഭിക്കും. മനുഷ്യൻ്റെ അതിജീവനത്തിനായി നന്മകൾ എവിടെയും പ്രസരിപ്പിക്കുന്ന ചില സാധാരണക്കാരെ കാണുമ്പോൾ പരിഹസിക്കരുത്. അനുഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിന് വില കൽപ്പിക്കുമല്ലോ. കടപ്പാട്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.